Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല. ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് കടലമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് കടലമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കടല വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കളറിൽ പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ കടല വറുത്തിട്ട് ആ തൊലിയോട് കൂടെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളറിലല്ല കിട്ടുക, ഒരു ഡാർക്ക് കളറും കൂടെ കൂടിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന കടലപ്പൊടിയുടെ അതേ രീതിയിൽ കിട്ടും കേട്ടോ. വളരെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ട്രിക്കും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തൊലി കളയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കടലമാവ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കടലപ്പൊടി വേണ്ടത് അതിനനുസരിച്ച് കടല എടുക്കുക കേട്ടോ. 1 കപ്പ് കടല കൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളൊക്കെ നമുക്ക് പൊടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കടല ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒലിച്ച് പോയിക്കോളും. അപ്പോൾ തന്നെ ഇത് ഉണങ്ങിയ പോലെ കിട്ടും കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൽ കുറച്ച് വെള്ളം എന്നുണ്ടെങ്കിൽ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. കാരണം മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടലയുടെ നിറമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിറമൊന്നും മാറാത്ത രീതിയിൽ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നല്ലപോലെ ചൂടാറിയിട്ട് വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ, കാരണം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൂത്ത് പോകാനും കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാത്തൊരു മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെയാണ് ഇത് കിട്ടുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും തൊലി ഇതിന്ന് വിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ആദ്യം ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് തൊലിയൊന്നും കളഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതൊരു മുറത്തിലേക്ക് മാറ്റിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ചേറിയെടുക്കണം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ചേറിയെടുക്കുന്ന മുറല്ലേ, ആ ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചേറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയെല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനിതിവിടെ ഒരു പ്രാവശ്യം ചേറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കടലയുടെ തൊലിയെല്ലാം നമുക്കിതിൽ നിന്ന് ചേറിക്കളയാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്, എന്നാലും തൊലിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേട്ടോ നിൽക്കുന്നത്. ഇനി ഞാനിത് മുറത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചേറിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിവിടെ 2 പ്രാവശ്യമാണ് ഞാൻ ചേറി എടുത്തിട്ടുള്ളത്. 2-3 പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൾസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ കടലയുടെ തൊലിയൊന്നും ഉൾപ്പെട്ടിട്ടില്ല, കുറച്ചും കൂടെ ഇനി ബാക്കിയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യുകയാണെങ്കിൽ അതും കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ചെയ്തെടുക്കുന്നുള്ളൂ, കാരണം ഇനി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും ആ ഒരു പൊടിക്ക് കളറ് മാറൂല. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തെങ്കിൽ നല്ലപോലെ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടൂല. ഹോൾഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് ഇത് വെച്ച് എല്ലാ സ്നാക്സും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു പൊടി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്